എന്തായാലും ഇന്നത്തെ മത്സരത്തിന് ശേഷം നമ്മൾ ടി ജി പുരുഷോത്തമനോട് കോറോസിങ്ങിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരം എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചല്ലോ, സമനിലയായി, അതായത് വിജയത്തിന് തുല്യമായൊരു സമനിലയായിരുന്നു എന്ന്. സോ അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഒരു 500 ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക. എന്താ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ നമ്മുടെ പോൾ മേസ്ഫീൽഡ് ടി ജി പുരുഷോത്തമനോട് ചോദിച്ചു, കോറോസിങ് അദ്ദേഹം എത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം ഇതുവരെ കളിക്കാത്ത ഒരു പൊസിഷനിൽ കളിച്ചത്, അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരിക്കുന്നത്. അതായത് ഒരു നേരത്തെ ഭയങ്കര പരിചയസമ്പന്നനായ ഒരു പ്ലെയർ കളിച്ച പോലെയാണ് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരിക്കുന്നത്. സോ എങ്ങനെയാണ് അദ്ദേഹം അത് കളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കോറോസിങ് വളരെ ടാലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. 18 വയസ്സുള്ളെങ്കിൽ പോലും ഇതുപോലത്തെ പ്ലേയേഴ്സൊക്കെ ഞങ്ങളുടെ അക്കാഡമിയിൽ ഇനിയും വരാൻ കിടപ്പുണ്ട്. സോ വെയിറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പോൾ മേസ്ഫീൽഡിനോട് പറയുമ്പോൾ പോൾ മേസ്ഫീൽഡ് പറഞ്ഞു എന്തായാലും അവർക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. സോ അത് തന്നെയാണ്, ഭയങ്കര ഒരു കളിയായിരുന്നു. അത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിങ്ങൾ ഓർക്കുക, പുള്ളി ഇതുവരെ റൈറ്റ് ബാക്ക് പൊസിഷൻ കളിച്ചിട്ടില്ല. അവിടെയാണ് ഈ ഒരു ഡിഫെൻസീവ്ലി അത്ര നല്ലൊരു കളി കളിച്ചത്. അതായത് സച്ചിൻ ആ ഒരു മൈനസ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുമാണ്, ഹെഡ് ഇട്ട് എന്താ കളിയാണ്, സൂപ്പർ കളി. എന്തായാലും ആരും കണ്ണു വെക്കാതിരിക്കട്ടെ, ഈ രീതിയിൽ തന്നെ പുള്ളി കളിച്ചു പോട്ടെ. എന്തായാലും വേറെ ലെവൽ പെർഫോമൻസ് എന്ന് തന്നെ പറയണം. ഇങ്ങനെ പെതുക്കെ നിന്നിട്ട് സ്പീഡിലൊരു ഓടുന്ന പരിപാടി, നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി, ഇതിൻ്റെ ഒരു ഹൈറ്റും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ ലെവൽ. അതിൽ കുറവൊന്നും പറയാനില്ല. സോ അത്ര മികച്ച പ്ലെയറായിട്ടാണ് കോറോസിങ്ങിനെ കാണാൻ സാധിക്കുക. എന്തായാലും ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ടി ജി പുരുഷൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഞങ്ങളുടെ റിസർവിലുണ്ടെന്നാണ്. സോ അവർക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കുക.